സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. അങ്ങനെ ലീഡർ കരുണാകരന്റെ മകളും കോൺഗ്രസ് വിട്ടിരിക്കുന്നു. പ്രകാശ് ജാവ്ദേക്കറുടെ വസതിയിൽ നടന്ന നീണ്ട ചർച്ചകൾക്ക് ശേഷം കൃത്യം 6:30-ക്ക് പത്മജ BJP അംഗത്വം സ്വീകരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നിർണായക മുഹൂർത്തത്തിൽ പാർട്ടി വിടാൻ പത്മജയെ പ്രേരിപ്പിച്ചത് എന്താകും? സ്വന്തം സഹോദരനെ പോലും പ്രതിരോധത്തിലാക്കാൻ തക്ക വേദന പത്മജയ്ക്ക് പാർട്ടി നൽകിയോ? അതോ മുരളീധരൻ പറയും പോലെ വർക്ക് അറ്റ് ഹോം പ്രവർത്തനത്തിന് കൊടുക്കാവുന്നതിൽ പരമാവധിയാണോ കോൺഗ്രസ് പത്മജയ്ക്ക് കൊടുത്തത്? AK ആന്റണിയുടെയും K കരുണാകരന്റെയും മക്കളെ കോൺഗ്രസിൽ നിന്ന് കാവിയിലേക്ക് എത്തിക്കാൻ BJPക്കായെങ്കിൽ ഇനി ആ നിരയിൽ ആരൊക്കെ? CPIM പറയും പോലെ വിശ്വസിക്കാനാകാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയോ? പത്മജ താമരയിൽ വാഴുമോ? ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധിയായി M. ലിജു, BJP പ്രതിനിധിയായി KVS ഹരിദാസ്, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ എന്നിവരാണ്. ആദ്യം ശ്രീ M. ലിജു, പത്മജ പാർട്ടിയെ ചതിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും നിർണായകമായൊരു മുഹൂർത്തത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും കരുത്തനായ നേതാവായിരുന്ന ശ്രീ K കരുണാകരൻ്റെ മകൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് KTDC അധ്യക്ഷ പദവി ചാലക്കുടി പാർലമെൻറ്റിലെ മൂന്നപുരം പാർലമെൻറ്റ് സീറ്റിലെ കോൺഗ്രസ് സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്ന മൂന്നപുരം പാർലമെൻറ്റ് സീറ്റിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്ന തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ 2 തവണ സ്ഥാനാർത്ഥിയാക്കിയ, അതോടൊപ്പം കോൺഗ്രസ് പാർട്ടിയുടെ KPC നിർവാഹക സമിതി അംഗം, KPC ജനറൽ സെക്രട്ടറി, ഏറ്റവും അടുത്ത് ഒരു 1.5 മാസങ്ങൾക്ക് മുൻപ് KPCCയുടെ ഏറ്റവും ഉന്നത സമിതിയായ രാഷ്ട്രീയകാര്യ സമിതി എന്നീ സമിതികളിൽ അംഗത്വം നേടിയ ശ്രീമതി പത്മജ വേണുഗോപാൽ പാർട്ടിയെ വിട്ടുപോയത് തരത്തിലൊരു ചതി തന്നെയാണെന്ന് വിശ്വസിക്കാനാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. അതാണ് സത്യം. ശരി, ഒരു പ്രത്യേകിച്ച് അങ്ങനെ ഗുരുതരമായ ഒരു അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലാതിരിക്കുന്ന ആണെങ്കിൽ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാമെങ്കിലും ഒരു ഇത്രകാലം നിന്ന, അതോടൊപ്പം തൻ്റെ പിതാവ് കേരളത്തിൽ വളർത്തിയെടുത്ത, ഇന്ത്യയിൽ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവിൻ്റെ മകൾ, ആ ഒരു ലെവൽ കൊണ്ട് മാത്രം കേരള രാഷ്ട്രീയത്തിൽ സ്ഥാനം പിടിച്ച പത്മജ അത്തരമൊരു പ്രവൃത്തി ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന അഭിപ്രായക്കാരനാണ്. പക്ഷേ പാർട്ടി ചതിച്ചു, പാർട്ടി വേദനിപ്പിച്ചു എന്നാണ് പത്മജ പറയുന്നത്. പത്മജയുടെ വാദങ്ങളും കണ്ടിരിക്കുമല്ലോ ലിജു, അതിനെന്താണ് മറുപടി? എനിക്കത് പൂർണ്ണമായും മനസ്സിലായിട്ടില്ല. കാരണം ശ്രീമതി പത്മജ വേണുഗോപാൽ പറയുന്ന 2-3 കാര്യങ്ങൾ ഞാൻ കേട്ട 1-2 കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, ഒന്ന് തിരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ പാർട്ടിയുടെ ചില ഭാരവാഹികൾ ചതിച്ചു എന്നൊരു ആരോപണം ശ്രീമതി പത്മജ വേണുഗോപാൽ പറയുന്നു. പാർട്ടിയിൽ വേണ്ടത്ര അംഗീകാരം ലഭിച്ചില്ല എന്ന ഒരു അങ്ങനെയല്ല അതിന്റെ തുടർച്ച. അതായത് താൻ ആർക്കെതിരെയാണോ പരാതി കൊടുത്തത് അവർക്ക് അവിടെ നല്ല സ്ഥാനമാനം കൊടുക്കുകയും തൃശ്ശൂരിൽ അവരെ കൊണ്ടുവരികയും ചെയ്തു നേതൃത്വത്തിൽ. ഇതാണല്ലോ ഇപ്പൊ എന്തായാലും സ്മൃതി പറഞ്ഞല്ലോ. ഞാൻ ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് നമുക്കിപ്പോൾ തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വിവിധ വ്യക്തികളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ശരിയാവണമെന്നില്ല. ഇപ്പം നമുക്ക് ഒരു തിരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ എല്ലാ ആളുകളും പൂർണ്ണമായും അനുകൂലമാവണമെന്നില്ല. പക്ഷേ ചില ആളുകളൊക്കെ അനുകൂലമാണെങ്കിലും അവരെതിരാണെന്നുള്ള പ്രചരണങ്ങളുണ്ടാകാം. അപ്പം അത്തരം ചില ആളുകൾക്കെതിരെ ശ്രീമതി പത്മജ വേണുഗോപാൽ പരാതിയും കൊടുത്തിട്ടുണ്ടാകാം. അവരൊന്നും ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണെന്ന് എനിക്കറിയില്ല. ഇപ്പം എൻ്റെ അറിവനുസരിച്ചാണെങ്കിൽ അവിടെ ചില മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെയും ചില ആളുകൾക്കുമെതിരെയൊക്കെയുള്ള ചില പരാതികൾ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും അത്രമാത്രം ഗൗരവമുള്ളതല്ല. ആ അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളുണ്ട് എന്ന് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ അഭിപ്രായമുള്ളതുകൊണ്ടായിരിക്കാം അവർക്കെതിരെ നടപടി സ്വീകരിക്കാതിരുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അത്തരമൊരു പരാതി എന്നതുകൊണ്ട് മാത്രം ശ്രീമതി പത്മജ വേണുഗോപാലിന് കോൺഗ്രസ് പാർട്ടി വിട്ടുപോകാൻ സാധിക്കുമോ? ഇനിയിപ്പോൾ ഞാൻ പത്മജ ചേച്ചിയുടെ പത്രസമ്മേളനം കേട്ടു. ആ പത്രസമ്മേളനത്തിൽ ശ്രീമതി പത്മജ പറയുന്നത്, എനിക്ക് നരേന്ദ്രമോദിയുടെ ആരാധന തോന്നി എന്നാണ് പറയുന്നത്. അപ്പോൾ നരേന്ദ്രമോദിയോട് കൂടി ആരാധന തോന്നിക്കൊണ്ടാണോ ഇത്രയും കാലം അവർ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നത്? ഒരു കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ മതേതര വിശ്വാസിയായ ഒരാൾക്കോ പ്രത്യേകിച്ച് K കരുണാകരൻ്റെ മകൾക്ക് എങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ ആരാധന തോന്നുന്നത്? രാജ്യത്ത് ഏറ്റവും പ്രതിലോമകരമായ വർഗീയ അജണ്ട വെച്ച് പുലർത്തുന്ന, പ്രത്യേകിച്ച് ശ്രീ K കരുണാകരൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിലെ ജവഹർലാൽ നെഹ്റുവിനെ തൊട്ട് ഇങ്ങോട്ട് ആക്ഷേപിച്ച്
അവർക്ക് നേരെ പ്രതികാര നടപടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകാധിപത്യപരമായ ഒരു ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ ഒരു അർദ്ധ ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവിനെ തൻ്റെ ഹീറോയായി കണക്കാക്കുന്ന ആളാണ് പത്മജയെങ്കിൽ നേരത്തെ പറഞ്ഞ ആരോപണങ്ങൾക്ക് എന്തെങ്കിലും സാങ്കത്യമുണ്ടോ? ഇതിൽ നിങ്ങളുടെ വീഴ്ച ഇല്ല. മോദിയെ ആരാധിക്കുന്നവർ നിങ്ങളുടെ പാർട്ടിയിൽ നേതൃസ്ഥാനത്ത് തന്നെ തുടരുന്നു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നു. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കേട്ടില്ലേ, പണവും പദവിയും വെച്ച് നീട്ടിയാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചാടും. അതാണ് കോൺഗ്രസ് നേതാക്കളുടെ അവസ്ഥ. അവർക്ക് നിങ്ങൾ മുകുന്ദപുരത്ത് തൃശ്ശൂരിൽ 2 വട്ടം സീറ്റ് കൊടുത്തു, KTDC ചെയർപേഴ്സണാക്കി, KPCC ജനറൽ സെക്രട്ടറിയാക്കി, AICC അംഗമാക്കി, നിലവിൽ പുനഃസംഘടിപ്പിച്ച രാഷ്ട്രീയകാര്യ സമിതി അംഗമാക്കി. അപ്പോൾ കൊടുക്കാത്ത സ്ഥാനങ്ങളൊന്നുമില്ല. താങ്കൾ നേരത്തെ പറഞ്ഞ വാചകത്തിൽ നിന്ന് എടുത്തു പറയുകയാണെങ്കിൽ കെ കരുണാകരൻ്റെ മകൾ എന്ന നിലയിൽ മാത്രം, മറ്റൊന്നും തെളിയിച്ചിട്ടില്ല എന്നാണ് ആ വരികൾക്കിടയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ടും ഇത്രയും സ്ഥാനം കൊടുത്തിട്ടും മോദിയെ ആരാധിച്ചുകൊണ്ട് ഈ നിമിഷം വരെയും തുടരുകയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ നിന്നും അകന്നിരിക്കുകയായിരുന്നു. ഒരു ബന്ധവുമില്ലായിരുന്നു പത്മജയ്ക്ക്. അപ്പോൾ ഇങ്ങനെ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്, ഇങ്ങനെ ഒരാൾ ചാടാൻ നിൽക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് നിങ്ങളുടെ വീഴ്ചയാണ് രിജു. അത് സ്മൃതി, അതൊക്കെ ഒരു തെറ്റായ ധാരണകളല്ലേ. ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ഇത് പറയുന്നത് എന്താണ് അർഹതയും യോഗ്യതയും ഉള്ളത്? ഇപ്പോൾ നമുക്കറിയാം, രാജ്യത്ത് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ BJPയിൽ ചേരുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഭീഷണിയുണ്ട്. 2, വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങൾ. അതോടൊപ്പം തന്നെ പണം തുടങ്ങിയ പദവികൾ തുടങ്ങിയ ഓഫറുകൾ. ഇതൊക്കെയാണ് പല വ്യക്തികളെയും തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉപേക്ഷിച്ച് BJPയിൽ ചേരാൻ ഇടയാക്കുന്നത്. അതിൽ നിന്നും ഒട്ടും വിമുക്തമായ ഒരു പാർട്ടിയെ അല്ല CPM. പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന CPM എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒട്ടും വിമുക്തരായ ആളുകളല്ല. ഞാൻ ഒരു ലിസ്റ്റ് തന്നെ, അശോക് ദിന്ദ, തപസ് മണ്ഡൽ, ഖഗൻ മുർമു തുടങ്ങി, ഇപ്പോൾ ഏറ്റവും അടുത്ത് അവസാനം ജ്യോതിർമയ് സിഗ്ദർ MP, എത്ര ആളുകൾ. ത്രിപുരയിലെയും ബംഗാളിലെയൊക്കെ CPM യൂണിറ്റുകൾ തന്നെ ഏകപക്ഷീയമായിട്ട് അങ്ങോട്ട് പോയി. നിങ്ങളുടെ കണക്ക് വലിയ കണക്കാണ്. അൽഫോൺസ് കണ്ണന്താനം നിങ്ങളുടെ കണക്ക് വലിയ കണക്കാണ് ലിജു. നിങ്ങൾ തന്നെ പുറത്തുവിട്ട കണക്ക് 2014 ശേഷം 500-ലധികം നേതാക്കൾ. ഞാൻ പറയട്ടെ സ്മൃതി, ഞാനതിൻ്റെ എണ്ണം വെച്ചല്ല അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ശ്രീ പിണറായി വിജയൻ പറഞ്ഞപ്പോൾ പിണറായി വിജയൻ്റെ പാർട്ടിയിൽ നിന്നും പോയ നേതാക്കന്മാരുടെ ഒരു പട്ടിക ഞാൻ പറഞ്ഞു എന്ന് വെച്ചുകൊണ്ട്, പട്ടികയിൽ എണ്ണം കൂടിയ പാർട്ടി ധാർമ്മികമായി അധപ്പതിച്ചവരും പട്ടികയിൽ എണ്ണം കുറഞ്ഞ പാർട്ടി ഏറ്റവും മോറലി സെൻസിബിൾ എന്ന് പറഞ്ഞ അർത്ഥമുണ്ടോ? അങ്ങനെയല്ല. പട്ടികയിൽ എണ്ണം പ്രധാനമാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ ആ രൂപത്തിൽ പോയിട്ടുണ്ടോ ലിജു? അങ്ങനെ നോക്കാൻ പറ്റുമോ? കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പ്രധാന പദവികൾ കൊടുത്ത നേതാക്കളാണ് പോയത്. അതിൽ തന്നെ 250-ലധികം പേർ കോൺഗ്രസ് ടിക്കറ്റിൽ MP-യും MLA-യും ആയവരാണ്. ഇപ്പോഴും ചാഞ്ചാടി നിൽക്കുന്നവരുണ്ട്. ഇന്ന് സുരേന്ദ്രൻ പറഞ്ഞു കേട്ടില്ലേ, ഈ എതിർത്ത് പ്രതികരിക്കുന്നവരിൽ പലരും ചർച്ച നടത്തിയിട്ടുള്ളവരാണെന്ന്. അപ്പോൾ ചർച്ച നടത്തി ആ ഡീല് ശരിയാവാതിരുന്നു ഇപ്പോഴും കോൺഗ്രസിൽ തുടരുന്നവരുണ്ട്. അതങ്ങനെ പറയുന്നത് എന്താണ് അർത്ഥം സ്മൃതി? ഇപ്പോൾ കേരളത്തിൽ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് 2 സംസ്ഥാനങ്ങളിലെ അവരുണ്ടായിരുന്നുള്ളൂ, ത്രിപുരയിലും കേരളത്തിലും പശ്ചിമ ബംഗാളിലും. അവിടെ പശ്ചിമ ബംഗാളിൽ 35 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവാണ്. അത് കഴിഞ്ഞിട്ട് ബുദ്ധദേവ് ഭട്ടാചാര്യ വന്നു. ത്രിപുരയിലും സമാനമായിരുന്നു സ്ഥിതി. മാണിക് സർക്കാരായിരുന്നു. ജ്യോതി ബസു മരിച്ചുപോയി, മാണിക് സർക്കാർ മരിച്ചുപോയി. കേരളത്തിൽ VS അച്യുതാനന്ദനാണ് ഇതിനു മുമ്പുള്ള മുഖ്യമന്ത്രി. അപ്പോൾ സ്വാഭാവികമായും 3 സംസ്ഥാനങ്ങളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രം മുഖ്യമന്ത്രിമാരായിരുന്ന ആളുകളാവുമ്പോൾ അവരാരും വിട്ടുപോയില്ല എന്നതുകൊണ്ട് വിട്ടുപോയ മറ്റാളുകളുടെ ഗ്രാവിറ്റി കുറയുമോ? ഞാൻ ആത്മപരിശോധന നടത്തണം ലിജു. നിങ്ങളുടെ പാർട്ടി ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. കുറച്ചുകൂടി നിലപാടെടുക്കുന്ന പാർട്ടി. ഞാൻ സംസാരിച്ചോട്ടെ സ്മൃതി. ഞാൻ ദയവായി ഒന്ന് നമ്മുടെ ഈ ചർച്ച മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്നെ പൂർത്തീകരിക്കാൻ അനുവദിക്കണം. അതല്ലാതെ ഇടയ്ക്കിടയ്ക്ക് സ്മൃതി ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് എന്താണോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം അത് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. നമ്മൾ തമ്മിലൊരു ആർഗ്യുമെൻ്റായിട്ട് മാത്രം ഈ ഒരു ചർച്ച അവസാനിക്കും. അതല്ല അതിൻ്റെ ശരി. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ക്ഷമ കാണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോയിന്റ്, ഇവിടെ കോൺഗ്രസിന് നിരവധി ആളുകൾ പോയിട്ടുണ്ട്. കോൺഗ്രസ് കുറച്ച് വലിയ പാർട്ടിയുണ്ട്. മുഖ്യമന്ത്രിമാർ സഹിതം പോയിട്ടുണ്ട്. KPC പ്രസിഡന്റുമാർ പോയിട്ടുണ്ട്. CPM-ൽ നിന്ന് സമാനമായ അവർ കുറച്ചുകൂടെ ചെറിയ പാർട്ടി ആയതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ തലത്തിലോ സംസ്ഥാന സെക്രട്ടറി തലത്തിലോ ആളുകൾ പോകാതെ നിരവധി MP-മാരും MLA-മാരും പാർട്ടി ജില്ലാ സെക്രട്ടറിമാരും ഉണ്ടെങ്കിൽ നിരവധി കേഡർമാരും ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. ഈ 2 കാര്യവും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല, അധാർമികമായ പ്രവൃത്തിയാണ്.
ഇവിടെ പിണറായി വിജയനെ തൻ്റെ പാർട്ടിയിൽ നടക്കുന്ന ഇത്തരം പശ്ചിമ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ നടന്ന ഇത്തരം കേരളത്തിൽ ഉൾപ്പെടെ നടന്ന ഇത്തരം സാഹചര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് കോൺഗ്രസിനെ മാത്രം കുറ്റം പറയാൻ അവകാശമില്ല എന്നുള്ള പോയിന്റാണ് ഞാൻ റേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കൂടാതെ ഒരു വ്യക്തി എന്ന നിലയിലും ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇന്ത്യയിലെ എല്ലാ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയും നേതാക്കന്മാരെയും ED വേട്ടയാടുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ്, പ്രിയങ്ക ഗാന്ധിക്കെതിരെ കേസ്, സോണിയാഗാന്ധിക്കെതിരെ കേസ്, ചിദംബരത്തിനെതിരെ കേസ്, DK ശിവകുമാറിനെതിരെ കേസ്, അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസ്. എന്നാൽ എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ഇന്നും സംരക്ഷിക്കപ്പെടുന്ന ഒരു പ്രത്യേക ഒരു ജനുസായി നിലനിൽക്കുന്ന ഒരു വ്യക്തി ശ്രീ പിണറായി വിജയനാണ്. കാരണം BJPയേക്കാൾ കൂടുതൽ ദേശീയ തലത്തിലെ BJP നേതൃത്വം ഇഷ്ടപ്പെടുന്ന പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് ശിവശങ്കരൻ ജയിലിൽ കിടക്കുമ്പോഴും പിണറായി പുറത്തു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ലാവ്ലിൻ കേസ് നിരവധി തവണ മാറ്റിവെക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് വീണ വിജയനെതിരെ എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും പിണറായി വിജയനെതിരെയുള്ള അന്വേഷണം ഇഴഞ്ഞിടിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിച്ചൊരു ഇത് തെറ്റാണ്, പക്ഷേ ധാർമ്മികത എന്ന നിലയിൽ എന്തന്വേഷണം അതൊക്കെ ഇത് തന്നെയല്ലേ കസ്റ്റംസ് ലൈഫ് കാര്യത്തിൽ നടന്നത്. ലൈഫ് മിഷന്റെ ചെയർമാൻ ആയിരിക്കുന്ന മുഖ്യമന്ത്രി പുറത്ത് എല്ലാ മീറ്റിംഗും നടത്തിയിരിക്കുന്ന ആൾ, എന്നാൽ അതിലെ സെക്രട്ടറി ആയിരിക്കുന്ന ശിവശങ്കരനകത്ത്, രണ്ടുകൂടെ അങ്ങനെ യോജിക്കും. ശരി, കസ്റ്റംസ് കേസിൽ കസ്റ്റംസിന് മുമ്പാകെ ഒരു 164 സ്റ്റേറ്റ്മെന്റ് തുല്യമായ മൊഴി സ്വപ്ന സുരേഷ് കൊടുത്തിട്ട് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ പോലും വിളിക്കുന്നില്ല. ശരി, ഇതൊക്കെ ന്യായമായി കോൺഗ്രസിന് മുന്നോട്ട് വെക്കാമെങ്കിലും ലിജു, പാർട്ടി വിട്ട് BJPയിലേക്ക് കൂടുമാറുന്നത് നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. AK ആന്റണിയുടെ മകൻ, പിന്നാലെ ഇതാ ഇപ്പോൾ ലീഡർ K കരുണാകരന്റെ മകൾ. ശ്രീ KVS ഹരിദാസ്, പത്മജയ്ക്ക് എന്താണ് ഓഫർ? വരാം ലിജു, വരാം. നമുക്ക് 15 മിനിറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ലിജുലേക്ക് തന്നെ വരും. KVS ഹരിദാസ്, ഇപ്പോൾ പത്മജയ്ക്ക് എന്താണ് ഓഫർ? പത്മജയെ കൊണ്ട് BJPക്ക് എന്താണ് ഗുണം? അല്ല സ്മൃതി, അതിനു മുമ്പ് നമ്മളൊരു വിലയിരുത്തേണ്ട ഒരു വസ്തുതയുണ്ട്. പത്മജ ഒരു സിംബോളാണ്. നേരത്തെ AK ആന്റണിയുടെ മകൻ ഞങ്ങളുടെ കൂടെ വന്നു. ഇപ്പൊ സാക്ഷാൽ K കരുണാകരന്റെ മകള് വരുന്നു. കോൺഗ്രസിനുള്ളില് ഇന്ന് നിലനിൽക്കുന്നവരുടെ മനസ്സില് നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഒരു മോഡി വികാരമുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ട്, മറ്റൊരു ചിന്ത അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഭാവി എത്ര നാളത്തേക്ക് എന്നത് തന്നെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹിമാചൽ പ്രദേശ് അടുത്ത ദിവസം ഉണ്ടായ സംഭവവികാസമാണ്. സോണിയാഗാന്ധി അവിടുന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതാണ്. അവസാനം അവർ പിന്മാറി മനു അഭിഷേക് സിംഗ്വിയെ കൊണ്ട് നിർത്തി. 9 കോൺഗ്രസ് MLA കൂറിമാറി വോട്ട് ചെയ്തു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരായിട്ട്. അത് കഴിഞ്ഞിട്ട് വീരഭദ്ര സിംഗിന്റെ ഭാര്യ അവിടുത്തെ PCC പ്രസിഡന്റ് ആയിരുന്നു. അവിടുത്തെ മന്ത്രിയായിരുന്നു വിക്രമാദിത്യ സിംഗ്. ഇപ്പോഴും ഈ കഴിഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. അവര് രണ്ടുപേരും പറഞ്ഞത് എന്താ? ഈ പാർട്ടിയെ എങ്ങനെ വിശ്വസിക്കുമെന്നാ. ഹിമാചലില് നിങ്ങളിപ്പോൾ ആർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത് ശ്രീ KVS ഹരിദാസ്? നിങ്ങൾ കുടുംബാധിപത്യത്തിനെതിരെ ആവർത്തിച്ച് പറയുന്നു. മോദി എവിടെ പ്രസംഗിക്കുമ്പോഴും കോൺഗ്രസിനെതിരെ പറയുന്ന ഒരൊറ്റ കാര്യം അതാണ്, കുടുംബാധിപത്യം. ആ കുടുംബാധിപത്യമാണ് അവിടെ അവസാനിപ്പിച്ചതെന്നേ. അപ്പോൾ അതിനെയും കുറ്റം പറയുകയാണ്. അല്ല സ്മൃതി, തിരക്ക് പിടിക്കല്ല സ്മൃതി. ഞാൻ പറഞ്ഞത് കുടുംബാധിപത്യമല്ല, കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാരുടെ വികാരമാണ് ഞാൻ സൂചിപ്പിച്ചത്. അവർക്ക് നിക്കക്കള്ളിയില്ല. അവർക്ക് ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിശ്വാസമില്ല. ആ പാർട്ടിയുടെ ഭാവിയിൽ വിശ്വാസമില്ല. അശോക് ചവാൻ ഉൾപ്പെടെ ഞാൻ ആ ലിസ്റ്റ് വായിക്കണോ? ജ്യോതിരാദിത്യ മുതല് ആ വലിയ ലിസ്റ്റിന് വലിയ ഓഫറുകൾ ഉണ്ടല്ലോ ശ്രീ KVS ഹരിദാസ്. കോടികൾ കൊടുക്കുന്നു, കോടികൾ പരസ്യമായി വാഗ്ദാനം ചെയ്യുന്നു. അത് ആപ്പിലെ MLA തന്നെ പറഞ്ഞതല്ലേ, ഒരാൾക്ക് തലയൊന്നിന് 25 കോടിയായിരുന്നു വാഗ്ദാനമെന്ന്. തൽക്കാലം പോയിട്ടില്ല എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ വാഗ്ദാനങ്ങൾ അങ്ങനെയാണ്, പണമായിട്ടും വരും, പദവിയായിട്ടും വരും. സ്മൃതിയെ പോലെ ഇത്രയും പരിചയസമ്പന്നയായ ഒരു മാധ്യമ പ്രവർത്തക കേജ്രിവാളിന് 4-5 സമൻസ് കിട്ടിക്കഴിഞ്ഞപ്പോ ഉന്നയിച്ച ആരോപണം ഏറ്റുപിടിച്ചിട്ട് അതിനെ സാധൂകരിക്കാൻ ശ്രമിക്കുന്നത് സഹതാപം അർഹിക്കുന്നതാ. ഡൽഹിയിൽ 5-6 AAP MLA പിളർത്തിയെടുത്താൽ BJPക്ക് അവിടെ ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് വെറുതെ കേജ്രിവാളിന് പലതും പറയാം. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കുറെ വിവരക്കേടുകൾ നമ്മുടെയൊക്കെ മുമ്പിൽ വിളമ്പിയിട്ടുണ്ട്. അത് കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾ അത് ഏറ്റുപിടിക്കുന്നത് ദുഃഖകരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഒന്നേ സൂചിപ്പിക്കുന്നുള്ളൂ,
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസിനകത്തുള്ളവർക്ക് അവരുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ പാർട്ടിയെക്കുറിച്ച് വലിയ ആശങ്കയുണ്ട്. ആ പാർട്ടിയുടെ അവസ്ഥ കഴിഞ്ഞ 15 കൊല്ലത്തെ ചരിത്രം എടുത്താൽ നമുക്കറിയാം എത്ര ശതമാനം വോട്ടുണ്ട്. ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനുള്ള അർഹത പോലും കിട്ടുന്നില്ല. അവരുടെ നേതാവ് അമേത്തിയിൽ നിന്ന് ദയനീയമായി തോറ്റ് തുന്നം പാടി. ഇത്തവണയും അങ്ങോട്ട് പോകുന്നു എന്നാ പറയുന്നത്. നല്ലത് തന്നെയാണ്. കേരളത്തിൽ വയനാട്ടിൽ വന്നിട്ട് മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയും തലയിലേറ്റി മത്സരിക്കേണ്ട ഗതികേട് ആ മനുഷ്യന് വന്നില്ലേ? അതാണ് കോൺഗ്രസിന്റെ ദുരവസ്ഥ. ഗുജറാത്തിലായിക്കോട്ടെ, മഹാരാഷ്ട്രയിലായിക്കോട്ടെ, മധ്യപ്രദേശിലായിക്കോട്ടെ, ഏത് സംസ്ഥാനത്താ കോൺഗ്രസുകാർ ഇന്ന് ആ പാർട്ടിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നേ? എവിടെയെങ്കിലും ചെന്ന് രക്ഷപ്പെടാൻ, രാഷ്ട്രീയ ഭാവി നോക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണുള്ളത്. അവരുടെ കൂട്ടത്തിലേക്ക് പത്മജയെ പോലുള്ളവർ വന്നാൽ, അത് കെ കരുണാകരന്റെ മകള് വന്നാൽ അതിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇന്നിപ്പോ സുരേന്ദ്രൻ പറഞ്ഞു, ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞില്ലേ, ഇന്നിപ്പോ പത്മജയെ കുറ്റപ്പെടുത്തുന്ന പലരും ഒളിച്ചും തെളിഞ്ഞും വന്നിട്ട് BJP-യുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടെന്ന്. ഞാൻ ആ പേരുകൾ എനിക്കറിയില്ല, സുരേന്ദ്രൻ അറിയില്ല. സംസ്ഥാന നേതൃത്വം ഒന്നും പറഞ്ഞിട്ടല്ല, കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ടുള്ള ചർച്ചകളിലൂടെയാണ് പത്മജ അങ്ങോട്ട് എത്തിയത്. അത് പലപ്പോഴും സംസ്ഥാന നേതൃത്വം അവസാനമേ അറിയാറുമുള്ളൂ. ഇപ്പോൾ ഇന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഏത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നറിയില്ല. വരാം ശ്രീ BN ഹസ്കറിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. രാഷ്ട്രീയ പ്രവേശത്തിന്റെ വാർത്ത, BJP-യിലേക്കുള്ള പോക്കിന് ശേഷം വന്ന കെ സുരേന്ദ്രന്റെ പ്രസ്താവന, കേരളത്തിൽ കോൺഗ്രസ് തകർന്ന തരിപ്പണമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPM-ഉം BJP-യും തമ്മിലാണ് മത്സരം. സുരേന്ദ്രൻ പറഞ്ഞതാണ്. ഇതേ വാചകങ്ങൾ കഴിഞ്ഞ ദിവസം EP ജയരാജനും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ BJP-യും CPM-ഉം തമ്മിലാണ് മത്സരം, കോൺഗ്രസ് ഇല്ല എന്ന്. പലയിടത്തും കോൺഗ്രസ് ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ടുപേരുടെയും ഒരേ രീതിയിലുള്ള പ്രസ്താവനയെ വായിക്കേണ്ടത്? സ്മൃതി, ഞാൻ വിചാരിക്കുന്നത് ഇതിനെ മറ്റൊരു തരത്തിൽ കാണാനാണ്. കാരണം മലയാളികൾ പൊതുവെ മതേതര ബോധമുള്ളവരും ഇടതുപക്ഷ മനസ്സ് കാത്തു സൂക്ഷിക്കുന്നവരെന്നും അഹങ്കരിക്കുന്നവരാണ്. അതിൽ കോൺഗ്രസിനെയും അങ്ങനെ മാറ്റി നിർത്താനാവില്ല. കോൺഗ്രസിലും പൊതുവെ അത്തരത്തിൽ മതേതര കാഴ്ചപ്പാടുകളും ഇടതുപക്ഷ മനസ്സുമുള്ള നേതാക്കന്മാരും പ്രവർത്തകരുമുണ്ട്. പക്ഷേ ശ്രീമതി പത്മജ വേണുഗോപാലിൻ്റെ BJP-യിലേക്കുള്ള പോക്ക് അത്തരത്തിൽ നിന്ന് ഇതൊരു കപട മതേതര ബോധവും കപട ഇടതുപക്ഷ ബോധവുമായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാർ സൂക്ഷിക്കുക എന്നുള്ളതിൻ്റെ ഒരു പശ്ചാത്തലമാണ്. കാരണം കോൺഗ്രസ് കഴിഞ്ഞ കുറേ നാളുകളായി എടുക്കുന്ന മൃദു ഹിന്ദുത്വ സമീപനം അത് അപകടം പിടിച്ച ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, കേരളത്തിൽ കോൺഗ്രസ് ഒരുപക്ഷെ അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് നേരിട്ടെത്തിയാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നാളിതുവരെ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിക്കാനായിട്ടില്ലാത്ത, നിലപാടുകളില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറി. വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളുടെ ഒരു കൂട്ടമായി ചർച്ചകൾ കുറേ ദിവസമായല്ലോ നടക്കുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെ BJP-യും സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിക്കുന്നതിന് നിലവിൽ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ ആശയക്കുഴപ്പത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ്. അവിടെയാണ് അപകടം പിടിച്ച ഇത്തരം പ്രശ്നങ്ങളിലേക്ക് കോൺഗ്രസ് എത്തപ്പെടുന്നത്. മാത്രമല്ല, ശ്രീ കെ കരുണാകരൻ്റെയും ശ്രീ AK ആന്റണിയുടെയൊക്കെ മക്കൾ BJP-യിലേക്ക് പോകുന്നു എന്ന സന്ദേശം അതൊരു വലിയ അപകടം പിടിച്ച തലത്തിൽ. സുരേന്ദ്രൻ്റെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്കറിയാം, ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ മുതിർന്ന 30ഓളം കോൺഗ്രസ് നേതാക്കന്മാർ, പേരെടുത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന 30ഓളം കോൺഗ്രസ് നേതാക്കന്മാർ BJP നേതൃത്വവുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അതിൻ്റെ അലയൊലി കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടാകും എന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർ പലരും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ പോകുന്നതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ചിലർ ഭീഷണി മൂലമാവാം, മറ്റു ചിലർ ആശയ വ്യക്തതയുടെ അല്ലെങ്കിൽ മോദിയുടെ വികാരം ഏറ്റെടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നെങ്കിൽ പോലും അവരെയൊക്കെ പ്രലോഭനങ്ങളിലും ഭീഷണിയിലൂടെയും ഒക്കെ തന്നെയാണ് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് അനുമാനിക്കാനും തീരുമാനിക്കാനുള്ള അവസരം കൂടിയാണ്. നിലപാടുകളില്ലാത്ത കോൺഗ്രസ് നേതാക്കന്മാരാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് കോൺഗ്രസ് നേതാക്കന്മാർ. അതുകൊണ്ട് വരുന്ന സുരേന്ദ്രന്റെ വാക്കുകളെ സുരേന്ദ്രൻ പറഞ്ഞ കണക്കിനെ അതേ രീതിയിൽ വിശ്വസിക്കുന്നുണ്ടോ ഹസ്കർ? അല്ല, നിശ്ചയമായും അത്തരത്തിൽ ചർച്ച നടക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളവുമായി അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വവുമായി ഒക്കെ അടുത്തു നിൽക്കുന്ന വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് കേരളത്തിലെ സാഹചര്യം കോൺഗ്രസിനുള്ളത്. കോൺഗ്രസിന് അതിൻ്റെ അത്തരത്തിലൊരു വ്യതിയാനം കോൺഗ്രസിന് സംഭവിക്കുന്നത് RSSന്റെ ശാഖയ്ക്ക് കാവലേർപ്പെടുത്തുന്നതിന് ആളിനെ വിട്ട KPCC പ്രസിഡന്റാണ്. BJP-യിലേക്ക് പോകുന്നതിനും മടിയില്ലെന്ന് പ്രഖ്യാപിച്ച KPCC പ്രസിഡന്റാണ് കോൺഗ്രസിന്റെ നേതൃനിരയിൽ നിൽക്കുന്നത്. സ്വാഭാവികമായും
അദ്ദേഹത്തെ പോലൊരു ആൾ കേരളത്തിലെ KPCC നയിക്കുമ്പോൾ അതിലെ മറ്റ് അണികൾക്ക് അല്ലെങ്കിൽ മറ്റു നേതാക്കന്മാർക്ക് BJPയിലേക്ക് പോകുന്നതിന് യാതൊരു മടിയും ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലൊരു മാറ്റം ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ ആഗ്രഹിച്ചു പോകുന്നു എങ്കിൽ അതിനവരെ കുറ്റം പറയാനും ആവില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ നമുക്കറിയാലോ, കഴിഞ്ഞ ദിവസം ഒരു MP പാർലമെന്റിൽ മോദിയുടെ സെൻട്രൽ വിസ്താരയിലെ ഡൈനിങ് ഹാളിൽ മോദിയുടെ വിരുന്നിൽ കേരളത്തിൽ ഒരു MP പങ്കെടുക്കുന്നു. ആ വിരുന്നിൽ പങ്കെടുത്ത മറ്റൊരു MP മുൻ ദിവസങ്ങളിൽ തന്നെ BJPയുടെ കൂടാരത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അത്തരത്തിൽ കേരളത്തിലെ UDF നേതാക്കന്മാരും കേരളത്തിലെ UDFന്റെ ഘടകകക്ഷി നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ BJPയിലേക്ക് പോകുന്നതിനുള്ള തത്വത്തിൽ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുതയെ ഏതൊക്കെ തരത്തിൽ കോൺഗ്രസ് പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും പശ്ചിമ ബംഗാളിലോ ത്രിപുരയിലോ CPM നേതാക്കന്മാരുടെ കൊടിഞ്ഞുപോക്കിനെ കണക്കെടുത്തുകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും അത് ഒരു തരത്തിലും അത് ദുർബലമായി പോകും എന്നുള്ള കാര്യം വ്യക്തമാണ്. ലിജു, കണക്ക് 30 ആയാലും 3 ആയാലും നേതാക്കൾ ചർച്ച നടത്തി എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. സുരേന്ദ്രനാണ് അത് 30 കോൺഗ്രസ് നേതാക്കൾ എന്ന കണക്കായി പറഞ്ഞത്. ഇപ്പോൾ K. സുധാകരൻ നേരത്തെ RSSുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന, അത് നിങ്ങൾക്ക് എല്ലാ കാലത്തും അതിന് മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് K. സുധാകരൻ. അപ്പോൾ നേതാക്കൾ ഇങ്ങനെ ചാഞ്ഞു നിൽക്കുകയാണ്, ഏത് നിമിഷവും അങ്ങോട്ടേക്ക് പോകാം എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കും എന്നുള്ള കാര്യമാണ് ഇനി പ്രധാനമായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM പ്രചാരണ വിഷയമാക്കാനൊരുങ്ങുന്നത്. അതിലൊരു സംശയവുമില്ല. K. കരുണാകരന്റെയും AK ആന്റണിയുടെയും മക്കൾ BJPയിലെത്തി എന്നുള്ള പ്രചാരണത്തെ നിങ്ങൾ എങ്ങനെ തടുക്കും? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്മജയുടെ ചുവടുമാറ്റം അല്ലെങ്കിൽ കാലുമാറ്റം നിങ്ങളെ പ്രതിരോധത്തിലാക്കില്ല? ഒന്ന്, CPM പ്രതിനിധി ഭാസ്കറിന്റെ വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് K. സുരേന്ദ്രനെയാണ് വിശ്വാസം. പിണറായി വിജയൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ വിശ്വസിക്കാൻ പറ്റിയ ആൾ K. സുരേന്ദ്രൻ തന്നെയാണെന്ന് അദ്ദേഹത്തിന് സംശയം തന്നെ വേണ്ട. കാരണം അതുകൊണ്ടാണല്ലോ കുഴൽപ്പണക്കേസിൽ സുരേന്ദ്രന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ലൈഫ് കള്ളക്കടത്താണെങ്കിലും ലൈഫ് തട്ടിപ്പാണെങ്കിലും സ്വർണ്ണ കള്ളക്കടത്താണെങ്കിലും ലാവലിൻ കേസാണെങ്കിലും കരിമണൽ കോഴക്കേസാണെങ്കിലും പിണറായി വിജയനും കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ പരസ്പര സഹകരണ സംഘമായി പ്രവർത്തിക്കുന്ന 2 നേതാക്കന്മാരുടെ ആളായതുകൊണ്ട് പിണറായി വിജയനെ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം സുരേന്ദ്രനെയും വിശ്വസിക്കുന്നതിൽ തെറ്റൊന്നും തന്നെ ഇല്ല എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് ഈ രാജ്യത്ത് CPM BJPയുമായി നേരിട്ട് ഏറ്റവും ശക്തമായ മത്സരം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്നും കോൺഗ്രസ് പാർട്ടിയാണ്. CPM ഏതെങ്കിലും ഒരു സ്ഥലത്ത് BJPയോട് മത്സരിക്കുന്നുണ്ടോ? ഇന്ന് തന്നെ സ്മൃതി ശ്രദ്ധിക്കണം, EP ജയരാജന്റെ പ്രസ്താവനയും സുരേന്ദ്രന്റെ പ്രസ്താവനയും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? EP ജയരാജൻ പറയുന്നത് മത്സരം നടക്കുന്നത് BJPയും CPM ആണെന്ന്. ആഗ്രഹമാണ്. കോൺഗ്രസ് അങ്ങ് ഇല്ലാതെയായി ഞാനും എൻ്റെ അനിയനൂടെ ചേർന്ന് നാട് ഭരിക്കണം എന്നുള്ള ജയരാജന്റെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ CPMന്റെ ആഗ്രഹമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധമുള്ള ആരെങ്കിലും ഇത്തരമൊരു പ്രസ്താവന നടത്തുമോ? സുരേന്ദ്രനെ പോലൊരാൾ ഇത്തരമൊരു പ്രസ്താവന നടത്തുമ്പോൾ അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിശ്വാസം സൃഷ്ടിക്കണം. കോൺഗ്രസ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ അവിശ്വാസം സൃഷ്ടിച്ച് ആ വോട്ടുകൾ CPMലേക്ക് മാറ്റി കോൺഗ്രസിന്റെ സീറ്റുകൾ കുറയ്ക്കണം. CPMനെ സംബന്ധിച്ച് കോൺഗ്രസ് പരാജയപ്പെട്ടു പോകണം, നശിച്ചു പോകണം. അപ്പോൾ ഈ 2 ആഗ്രഹങ്ങളുടെ പ്രതിഫലനമാണ് 2 പേരുടെയും പ്രസ്താവനയിൽ കാണുന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ലല്ലോ. പിന്നെ KPC പ്രസിഡന്റ് സ്മൃതി, ഞാനത് ആലോചിക്കുകയായിരുന്നു. കേരളത്തിൽ ഈ രാജ്യത്ത് ജനസംഘത്തിനൊപ്പം ജനതാ പാർട്ടിക്കൊപ്പം നിന്ന് പൊതു സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ. പാലക്കാട്ട് CPM സ്ഥാനാർത്ഥിയായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്തത് അന്ന് ലാൽകൃഷ്ണ അദ്വാനിയാണ്. ശിവദാസ മേനോനായിരുന്നു ട്രാൻസ്ലേറ്റർ. ജനതാ പാർട്ടിയിലായിരുന്ന കാലഘട്ടത്തിൽ ശ്രീ K. സുധാകരൻ പറഞ്ഞൊരു പരാമർശം, അദ്ദേഹം സംഘടനാ കോൺഗ്രസിലും ജനതാ പാർട്ടിയിലും, ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു, CPMഉം ജനതാ പാർട്ടിയും എല്ലാം ഒരുമിച്ചായിരുന്ന ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്ന് വർഷങ്ങൾക്ക് ശേഷം നടത്തിയൊരു പരാമർശം നടത്തിയിട്ട് അതെടുത്തിട്ട് അദ്ദേഹം KPC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ RSSന്റെ ശാഖ സംരക്ഷിക്കും എന്ന് ഫ്യൂച്ചർ ടെൻസിൽ പറയുന്ന രീതിയിൽ പറയുന്നത് എത്ര മര്യാദകേടാണ്. അല്ലല്ല, K. സുധാകരൻ ആ രൂപത്തിലല്ല അത് പറഞ്ഞത്. മാത്രമല്ല, വേണ്ടി വന്നാൽ വേണമെങ്കിൽ BJPയിലേക്ക് പോകാൻ മടിക്കില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ലിജു, സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, ബൈറ്റൊക്കെ ഒരുപാട് പഴയതല്ലല്ലോ. അങ്ങനെയല്ല.
അങ്ങനെയല്ല, സംരക്ഷിക്കാൻ ശ്രമിക്കും. സംരക്ഷിക്കാനല്ല സ്മൃതി, ഞാൻ കൃത്യമായി എന്റെ വാദഗതി പറയും. സ്മൃതിക്ക് അത് ഒരിക്കലും ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ മറ്റൊരിടത്ത് വളച്ചൊടിക്കാൻ സാധിക്കില്ല. ശ്രീ കെ സുധാകരൻ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ജനതാ പാർട്ടിയിലായിരുന്ന കാലഘട്ടത്തിൽ, അന്ന് ജനതാ പാർട്ടി എന്ന് പറയുമ്പോൾ അന്ന് ജനസംഘവും പിന്നെ മറ്റു പാർട്ടികളും ചേർന്നുണ്ടാക്കിയ പാർട്ടിയാണല്ലോ. ആ കാലഘട്ടത്തിൽ, അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ CPM-ഉം ജനതാ പാർട്ടിയും ഒരുമിച്ചായിരുന്നല്ലോ. ഒരുമിച്ചുള്ള ജയിൽ അനുഭവങ്ങളുടെ കഥകൾ എത്രമാത്രമുണ്ട്. അന്ന് ജനതാ പാർട്ടിയുടെ പൊതു സ്ഥാനാർത്ഥിയായിട്ടല്ലേ പിണറായി വിജയൻ കൂത്തുപറമ്പിൽ മത്സരിച്ചത്? പാലക്കാട്ട് CPM സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്ത ലാൽകൃഷ്ണ അദ്വാനി ആയിരുന്നില്ലേ? ഇതൊക്കെ വസ്തുതകളായി നിന്നപ്പോൾ 70-കളിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചൊരു കാലഘട്ടത്തെ KPC പ്രസിഡന്റ് അനുസ്മരിക്കുമ്പോൾ അതെടുത്ത് വെച്ച് വീണ്ടും ആവർത്തിക്കുന്ന എത്രമാത്രം മര്യാദകേടാണ്. പിന്നെ പഴയ കാലഘട്ടത്തെ അപ്പോൾ അനുസ്മരിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു ലിജു? അങ്ങനെ ഒരു സാഹചര്യം ഇല്ലല്ലോ. ഇപ്പോഴത്തെ ഘട്ടത്തിൽ അത് പറയാതിരിക്കുകയല്ലേ വേണ്ടത്? ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ എന്തിനാണ് മധുര സ്മരണയായി ഉയർത്തിക്കൊണ്ടുവരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അത് ഞാനൊരു കാര്യം പറയട്ടെ. സമീപകാലത്ത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട, എനിക്ക് തോന്നുന്നു മാരാർജിയുടെ ആണെന്ന് തോന്നുന്നു, പുസ്തക പ്രകാശന ചടങ്ങിൽ, അദ്ദേഹത്തിന്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തക പ്രകാശന ചടങ്ങിൽ രാജ്യസഭ MP ആയിരുന്ന ശ്രീ ജോൺ ബ്രിട്ടാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ നേരിട്ട ജനതാ പാർട്ടിയും ജനസംഘത്തിന്റെയും ആ കാലഘട്ടത്തിലെ CPM നേതാക്കന്മാരും നടത്തിയ അവർ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് ജോൺ ബ്രിട്ടാസിന്റെ അനുസ്മരണ പ്രഭാഷണത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അനുയോജ്യമല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ചർച്ചയാക്കിയിട്ടുണ്ടോ? ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗത്തെ, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ അനുഭവങ്ങൾ, ജയിൽ അനുഭവങ്ങൾ തുറന്നെഴുതിയ ആ ഒരു പ്രസംഗം, അനുസ്മരിക്കുന്ന പ്രഭാഷണത്തെ വെച്ചിട്ട് ജോൺ ബ്രിട്ടാസ് ഇത് കാലികമായ ഒരു പ്രസംഗമല്ല എന്നൊരു ചർച്ച, ഈ ഒരു ചർച്ച ഉയർന്നു വന്നോ? നിങ്ങൾ അതിന് താരതമ്യം കൊടുക്കുന്നുണ്ടോ? ഈ ഒരു ചോദ്യം എന്നോട് ചോദിച്ച ചോദ്യം ഭാസ്കറിനോട് ചോദിക്കുന്നുണ്ടോ? എന്താ ചോദിക്കാത്തതിന്റെ കാരണം എന്താ? അപ്പൊ ആ താരതമ്യം ഒട്ടും ശരിയല്ല. നിങ്ങളുടെ ന്യായീകരണവും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് സംസാരിക്കുന്ന ഈ ഒരു രിയോയുടെ വിയോജിപ്പ് ഞങ്ങൾക്ക് രേഖപ്പെടുത്തും. ഞങ്ങൾക്ക് ഒരാളെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് നിരവധി നേതാക്കന്മാർ പോയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഒറീസയിൽ വിട്ടുപോയ ശ്രീകാന്ത് ജന തിരിച്ചു വന്നു. എനിക്ക് അതിനോടൊന്നും ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെതായ ചില ഇൻഹറന്റ് വീക്ക്നെസ്, സ്വാതന്ത്ര്യ ദേശീയ പ്രസ്ഥാനം എന്ന നിലയിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വർഷങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ആശയപരമായ ചില ജീർണതകൾ സംഭവിച്ചതിന് എനിക്ക് യോജിപ്പുണ്ട്. തീർച്ചയായും പദവിയും പണവും ഒരു പ്രലോഭനമായി അവിടെ നിൽക്കുന്നു. ആ പ്രലോഭനം തുടരുമ്പോൾ കൂടുതൽ പോകുന്നത് കോൺഗ്രസ് നേതാക്കളാണ് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. എണ്ണം നോക്കുമ്പോൾ ഞാൻ വരാം ലിജു ഞാൻ പൂർത്തീകരിച്ചില്ല. ശരി, എണ്ണം മാത്രമല്ല, വിഷയങ്ങളുമുണ്ട്. എണ്ണം മാത്രമല്ല അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. കോൺഗ്രസിന് അന്ന് പോയ നേതാക്കന്മാർ, ജ്യോതിരാദിത്യ സിന്ധ്യയുടെ മകൻ മാധവറാവ് സിന്ധ്യയുടെ മകൻ പോയി, മിലിൻ ദിയോറുടെ മകൻ പോകുന്നു, ബഹുമാന്യ AK ആന്റണിയുടെ മകൻ പോയി, ഇപ്പൊ K കരുണാകരന്റെ മകള് പോകുന്നു, വിവിധ സംസ്ഥാനത്തിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പ്രധാനപ്പെട്ട, എനിക്ക് ചർച്ചയിൽ തുറന്ന് സംസാരിക്കുന്ന ഒരു പ്രശ്നവുമില്ല. കോൺഗ്രസ് പാർട്ടിയിൽ ആശയപരമായ ദൃഢതയ്ക്ക് പകരം, കോൺഗ്രസ് മാത്രമല്ല ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ആശയപരമായ ദൃഢതയും പാർട്ടി പ്രവർത്തനവും സഹനവും കണക്കിലെടുക്കാതെ നേതാക്കന്മാരുടെ മക്കൾ അവരുടെ തഴമ്പിനനുസരിച്ച് നേതാക്കന്മാരുടെ മക്കളെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആഗ്രഹിക്കുന്നത് കിട്ടുമ്പോൾ അവർ പോകും. പാഠമാണ് നേതാക്കന്മാരുടെ അത് ഞാൻ ഈ പറയും. 10ാം ക്ലാസ്സിലെ CBSE പുസ്തകത്തിലും അല്ലെങ്കിൽ SSLC പുസ്തകത്തിലുമൊക്കെ പൊളിറ്റിക്കൽ സയൻസിന്റെ ചാപ്റ്റർ എഴുതി വെച്ചേക്കുന്ന ഒരു പ്രശ്നമുണ്ട്, ഡൈനാസ്റ്റി പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിൽ വ്യക്തികളെ ഒരു പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സ്ഥാനത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനെ കുറിച്ച് പറയാറുണ്ട്, ത്യാഗത്തിന്റെ. അപ്പൊ കോൺഗ്രസ് അത്ര ചില ആത്മവിമർശനങ്ങൾക്കുള്ള വേദിയും കൂടെ ആകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അത് കോൺഗ്രസിന് ഇൻഹറന്റ് വീക്ക്നെസ് ആയിട്ട് നിങ്ങൾ കണക്കാക്കി. ഞങ്ങൾക്ക് ഇത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്തരം ആളുകൾ പോകുന്നത്. അതിൽ നിന്നും CPM-ഉം മുക്തമല്ല, ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുക്തമല്ല എന്ന് ഞാൻ പറഞ്ഞത്. പിണറായി വിജയനെ പോലെ ഒരാൾക്ക് അതിന്റെ പേരിൽ കോൺഗ്രസിന്റെ മതേതരത്വത്തെ ചോദ്യം ചെയ്യാൻ ഒരു അവകാശമില്ല. പക്ഷെ ഞങ്ങളുടെ ദൗർബല്യങ്ങളെ തിരിച്ചറിയുന്നുണ്ട്. ഇത്തരം ചില ജീർണതകൾ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന് കൂടി പ്രധാനം. ഏതായാലും മക്കൾ രാഷ്ട്രീയം ഒരു ദുരന്തമാകുന്നു എന്നുള്ള കാര്യം കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിയുന്നു എന്നുള്ള കാര്യം പ്രധാനം തന്നെയാണ്. ശ്രീ KVS ഹരിദാസ്, തുറന്നു പറയണം, പത്മജ വേണുഗോപാൽ എന്ന BJP-കാരിയായ രാഷ്ട്രീയ നേതാവിനെ കൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഗുണം? എന്ത് ഇമ്പാക്റ്റാണ് അവർക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുക? സ്മൃതി, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ ആദ്യം എൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ ശ്രമിച്ച സമയത്താണ് സ്മൃതി പരസ്യത്തിലേക്ക് പോയത്. സ്മൃതി നടത്തിയ ഒരു നിരീക്ഷണമുണ്ട്. പത്മജ പാർട്ടിയിൽ ചേർന്നത് കേന്ദ്ര നേതൃത്വം മുൻകൈയെടുത്തിട്ടാണ്.
കേരളത്തിലെ നേതാക്കന്മാർ അറിഞ്ഞില്ല. സുരേഷ് ഗോപി BJP-യില് സ്മൃതിക്ക് അതിന്റെ സുരേഷ് ഗോപി വഴിയാണ് എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അല്ല പറഞ്ഞ കേൾക്കൂ. കേരളത്തിൽ നിന്ന് ഒരാൾ BJP ചേരുന്നുണ്ടെങ്കിൽ കേരളത്തിലെ സംസ്ഥാന നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്തിരിക്കും. BJP-യുടെ സംഘടനാ ശൈലി അതാണ്. അത് ഡൽഹിയിൽ പോയി ചേർന്നാലും പാറ്റ്നയിൽ പോയി ചേർന്നാലും എവിടെ വെച്ച് ചേർന്നാലും BJP-യുടെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞിട്ടാണ് ആ തീരുമാനങ്ങൾ എടുക്കുക. കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അതെ, ഈ പദയാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദ ഗാനത്തിലൊക്കെ ജാവ്ദേക്കർ പറഞ്ഞ വ്യത്യസ്ത സ്വരം നമ്മൾ കേട്ടതാണല്ലോ. ഇവിടെ കെ സുരേന്ദ്രൻ ഒരു കാര്യം പറയുന്നു, ജാവ്ദേക്കർ മറ്റൊന്ന് പറയുന്നു. എന്തിനാ സ്മൃതി ആവശ്യമില്ലാത്ത ചർച്ചകളിലേക്ക് പോകുന്നേ? നിങ്ങൾക്ക് അതിനെ കുറിച്ചൊരു ധാരണയില്ലാത്തതുകൊണ്ട് അടുത്ത് നിന്ന് കണ്ട ഒരാളാണ്. അല്ല, പ്രകാശ് ജാവ്ദേക്കർ എന്താ പറഞ്ഞേ? സുരേന്ദ്രൻ എന്താ പറഞ്ഞേ? രണ്ടുപേരുടെ അഭിപ്രായത്തിൽ എന്ത് വ്യത്യാസം ഒരബദ്ധമാണ്, നടപടി എടുക്കേണ്ട കേസാണ്. പക്ഷെ കെ സുരേന്ദ്രൻ പറഞ്ഞ നടപടി എടുക്കേണ്ട കേസാണ്, ദുർദ്ദേശം ഗൂഢാലോചനയുണ്ട് എന്ന് കെ സുരേന്ദ്രനും പറയുന്നു. ഞാൻ രണ്ടും കേട്ടു. അത് നിങ്ങൾ കൊടുത്തിട്ടുള്ള വാർത്തയായിരിക്കും. ഞാൻ വിചാരിക്കുന്നില്ല സുരേന്ദ്രൻ ശ്രീ KV ഹരിദാസ്, താങ്കൾ വിചാരിക്കാത്തതും നമ്മൾ കേട്ടതും വ്യത്യാസമുണ്ടെന്നേ. അതുപോട്ടെ, ഇത് പറഞ്ഞോളൂ. കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചെയ്ത കാര്യം കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്തെ വിശ്വാസത്തിൽ എടുക്കാതെ ഒരു കാര്യവും നടക്കില്ല BJP-യില്. അതാണ് BJP-യുടെ ഒരു സംഘടനാ രീതി. അതിലിപ്പോ ആ മാധ്യമപ്രവർത്തകർക്ക് അതിനെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ എനിക്ക് വേറൊന്നും പറയാനില്ല. എല്ലാ പാർട്ടിയിലെയും ഉള്ളിൽ നടക്കുന്ന ചർച്ചകൾ എന്ന പോലെ BJP-യുടെ കാര്യങ്ങളും പുറത്തേക്ക് അറിയാറുണ്ടല്ലോ ശ്രീ KV ഹരിദാസ്. ഇവിടുന്ന് ഒരു ലിസ്റ്റുമായിട്ട് സംസ്ഥാന നേതൃത്വം ഡൽഹിക്ക് പോയപ്പോഴും തിരുവനന്തപുരത്തെ കാര്യം ഞങ്ങൾ ഇവിടെ തീരുമാനിച്ചോളാം എന്ന് പറയുന്നു, പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളിലെയും തീരുമാനം ഞങ്ങൾ ഇവിടെ എടുത്തോളാം എന്ന് പറയുന്നു. ആ രൂപത്തിൽ കേന്ദ്ര നേതൃത്വം കൃത്യമായ തീരുമാനങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ്. ഇനി അതിൽ തന്നെ നിൽക്കേണ്ടതില്ല. പത്മജ വേണുഗോപാൽ എന്ന രാഷ്ട്രീയ നേതാവിനെ കൊണ്ട് BJP-ക്ക് എന്ത് ഗുണമെന്ന് വിസ്തീരിച്ചാൽ കൊള്ളാം. നമ്മുടെ സമയക്കുറവുള്ളത് കൊണ്ടാണ്. ഒരു മിനിറ്റ് ഞാൻ അതിനു മുമ്പ് ലിജു പറഞ്ഞൊരു കാര്യം സൂചിപ്പിച്ചിട്ട് അതിലേക്ക് വരാം. അപ്പൊ ലിജു പറഞ്ഞത് എന്താ? മക്കൾ രാഷ്ട്രീയം തലവേദനയാണ്, വംശാധിപത്യം തലവേദനയാണ്. അങ്ങനെയുള്ളവരാണ് ഇപ്പൊ പാർട്ടി വിട്ടു പോകുന്നത്. ലിജുവിന്റെ പാർട്ടിയുടെ പാരമ്പര്യം എന്താ സ്മൃതി? ഇങ്ങനെ ഒരു കുടുംബ പാർട്ടി വേറെയുണ്ടോ ഈ രാജ്യത്ത്? അച്ഛൻ, മകൻ, മരുമകള്, മക്കള്, അങ്ങനെ ഒരു പാർട്ടിയുടെ നേതാവ്. എനിക്ക് തോന്നുന്നു ചിലപ്പോ ലിജു തള്ളി പറഞ്ഞത് ഈ കുടുംബാധിപത്യത്തെ തന്നെയായിരിക്കും. KV ഹരിദാസ്, അങ്ങനെ വന്ന നേതാക്കളെ നിങ്ങൾ സ്വീകരിക്കരുത്. നിങ്ങൾ എങ്ങനെയാണ് അവരെ ചുവപ്പ് പരവതാനി ഇട്ട് സ്വീകരിക്കുന്നത്? അങ്ങനെ വന്ന നേതാക്കളെ ജ്യോതിരാദിത്യ സിന്ധ്യ തൊട്ട് ഞങ്ങളുടെ കൂടെ വരുന്നവരെല്ലാവരെയും സ്വീകരിക്കും. അപ്പൊ പിന്നെ പറയാൻ നിൽക്കണം. ഞങ്ങള് യോഗ്യത നോക്കിയിട്ട് തന്നെയാണ് നിശ്ചയിക്കുന്നത്. എന്താണ് യോഗ്യത? പത്മജയുടെ യോഗ്യത എന്താണ്? കരുണാകരന്റെ മകൾ. അല്ലാത്ത യോഗ്യതകളൊന്നും എണ്ണി പറയൂ. തൃശ്ശൂരിൽ 2 തവണ തോറ്റു, മുകുന്ദപുരത്ത് 1 തവണ തോറ്റു, അതാണോ പത്മജയുടെ സ്മൃതി? ഞാനൊന്ന് പറഞ്ഞോട്ടെ. സ്മൃതിക്ക് സ്മൃതിയുടെ കൺവിക്ഷൻസ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് പത്മജ ഇന്നലെ വൈകുന്നേരം മുതൽ BJP-യിൽ ചേരുന്നു എന്നുള്ള വാർത്ത വന്നപ്പോൾ മുതൽ കേരളത്തിലെ കോൺഗ്രസുകാരുടെ ബേജാറ് നമ്മൾ കണ്ടില്ലേ? ഇന്നലത്തെ മുരളീധരൻ മുതൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് വരെ എടുത്ത നിലപാടുകൾ നമ്മൾ കണ്ടില്ലേ? അവർ നടത്തിയ വ്യാജ പ്രചരണം കണ്ടില്ലേ? അതൊക്കെ തന്നെ നൽകുന്ന ഒരു ക്ലിയർ മെസ്സേജ് ഉണ്ട്. കോൺഗ്രസിനകത്ത് നടക്കുന്ന കലാപം തന്നെയാണ്. കോൺഗ്രസിനകത്ത് ആർക്കും BJP-യിലേക്ക് വരാൻ ഇനിയിപ്പോ സാധിക്കും. ആന്റണിയുടെ മകൻ വന്നു, ലീഡറുടെ മകള് വന്നു. സുരേന്ദ്രൻ പറഞ്ഞ പോലെ ഒന്ന് പറയാമോ? ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞ പോലെ പത്മജയുടെ സഹോദരനാണല്ലോ പറയുന്നത്, വർക്ക് അറ്റ് ഹോമിലുള്ള ഒരാൾ പോയാൽ പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കില്ല എന്ന്. അതായത് ഇത്ര പദവി കൊടുത്തിട്ടും വീട്ടിലിരുന്നായിരുന്നു പ്രവർത്തനം. കെ മുരളീധരനും കെ കരുണാകരന്റെ മകൻ എന്ന നിലയ്ക്ക് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി. പക്ഷെ പിന്നീട് ഞാൻ പണിയെടുത്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് കേരളം കണ്ടതുമാണല്ലോ. അല്ല സ്മൃതി, ഒന്നുമില്ലെങ്കിൽ ഞാൻ സംസാരിക്കാം. നിങ്ങൾ ഇങ്ങനെ ഓരോ മിനിറ്റിലും കയറി ഇടപെടാനാണെങ്കിൽ ഞാൻ ഇവിടെ ഇത് അവസാനിപ്പിക്കാം.
എനിക്ക് ഇത്തരത്തിലുള്ള നിങ്ങളുമായിട്ടുള്ള സംവാദത്തിന് എനിക്ക് താല്പര്യമില്ല. ഈ സ്മൃതിയുടെ വേ ഓഫ് തിങ്കിങ്ങും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്കതിൽ താല്പര്യമില്ല. ഞാനിവിടെ ഇത് അവസാനിപ്പിക്കാം. ഇതിൽ എനിക്ക് പറയാൻ, നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യത്തിന് മറുപടി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒരു വാചകം പറയുമ്പോൾ നിങ്ങൾ 4 ചോദ്യങ്ങൾ ചോദിച്ചാൽ ഈ ചർച്ച കൊണ്ട് ഒരു ഫലമില്ല. അതുകൊണ്ട് കേൾക്കുന്ന പ്രേക്ഷകർക്കും ബോറടിയായിരിക്കും, ഉള്ളവര് പോലും സ്വിച്ച് ഓഫ് ചെയ്തു. ശരി, പറഞ്ഞോളൂ. പത്മജയെ കൊണ്ട് എന്താണ് ഗുണമെന്ന് പറഞ്ഞു. പത്മജ കേരളത്തില് BJP-യിലേക്ക് പത്മജ വരും എന്ന് തീരുമാനിച്ച സമയത്ത് കേരളത്തിലെ കോൺഗ്രസുകാരിലുണ്ടായ അങ്കലാപ്പില്ലേ, ആ അങ്കലാപ്പ് തന്നെയാണ് BJP-യുടെ അതിനകത്തുള്ള പ്രധാനപ്പെട്ട നേട്ടം. കോൺഗ്രസുകാരുടെ മുഴുവൻ ഞങ്ങളൊരു കാര്യം പറയാം. ഈ കഴിഞ്ഞ സുരേന്ദ്രൻ നടത്തിയ 20 പദയാത്രകളുണ്ട്. ഈ 20 പദയാത്ര വേദികളിലും 100 കണക്കിന് ആൾക്കാർ BJP ചേർന്നു. അതിൽ ബഹുഭൂരിപക്ഷം പേര് പഴയ കോൺഗ്രസ് പ്രവർത്തകരാണ്. മുസ്ലിം ലീഗിൽ നിന്ന് വന്നിട്ടുണ്ട്, കേരള കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുണ്ട്, CPM-ൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പേര് വന്ന് കോൺഗ്രസിൽ നിന്നാ. കോൺഗ്രസിന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചവര്, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചവര്, അതുപോലെ അനവധി പണ്ട് ജനപ്രതിനിധികളായിരുന്നവര് ഉൾപ്പെടെയുള്ളവർ BJP ചേർന്നിട്ടുണ്ട്. ഞങ്ങളുടെ സംഘടന കേരളത്തിൽ അത്ര വലിയ സംഘടനയൊന്നുമല്ല. ഞങ്ങൾക്ക് ഒരുപാട് പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങള് ഈ കോൺഗ്രസുകാരിൽ തന്നെ അവരെ തന്നെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഞങ്ങൾക്ക് ഒരു വലിയ പരിധി വരെ സംഘടനയെ ശക്തിപ്പെടുത്താൻ, അവരെ പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയും. അത് ഇതിനു മുമ്പ് ഡോക്ടർ KS രാധാകൃഷ്ണൻ വന്നു, പന്തളം സുധാകരന്റെ സഹോദരൻ പന്തളം പ്രതാപൻ ഞങ്ങളുടെ കൂടെ വന്നു. അങ്ങനെ അനവധി, ഡോക്ടർ പ്രമീള ദേവി വന്നു. കോൺഗ്രസിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന അനവധി പേര് ഇന്ന് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. അവരൊക്കെ സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്നുണ്ട് BJP-യിൽ. അവരൊക്കെ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായുണ്ട്. അതുപോലെ പത്മജയുടെ സേവനവും ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. കേരളത്തില് കോൺഗ്രസിന്റെ തകർച്ചയ്ക്കിടെ വേഗത കൂട്ടാൻ, കോൺഗ്രസിന്റെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനത്തിന്റെ വേഗത കൂട്ടാൻ പത്മജയുടെ BJP-യിലേക്കുള്ള വരവിന് വഴിയൊരുക്കും എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. അതിന്റെ ഇമ്പാക്ട് കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ വരെ അതിന് വലിയ ഇമ്പാക്ട് ഉണ്ട്. കാരണം കരുണാകരന്റെ മകളാണ്. കരുണാകരന്റെ സാന്നിധ്യം ഇന്നും പഴയ കോൺഗ്രസുകാരുടെ മനസ്സുകളിലെങ്കിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രയോജനം കോൺഗ്രസിന് ഉണ്ടാകാൻ പോകുന്നില്ല, BJP-ക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. കരുണാകരന്റെ മകൾ BJP-യിൽ എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ഉയർത്തി കാണിക്കാൻ പോകുന്ന കാര്യം. ആ ഞെട്ടൽ എത്ര നേരത്തേക്ക് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനം. BN ഹസ്കറിന് വരാം. നമുക്ക് സമയക്കുറവുണ്ട്, ചുരുക്കി പറയണം. ശ്രീ ഹസ്കർ, ഇപ്പോൾ ശ്രീ KVS ഹരിദാസ് പറഞ്ഞ പോലെ പത്മജിയുടെ കൂറുമാറ്റം ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഞെട്ടൽ, ആ ഞെട്ടൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ആത്മാർത്ഥമായും CPM വിശ്വസിക്കുന്നുണ്ട്. സ്മൃതി, ശ്രീ KVS പറഞ്ഞു വെച്ചതും പറയാതെ പോയതുമായിട്ടുള്ളൊരു വസ്തുതയുണ്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഞെട്ടലോടെ കേൾക്കാൻ പോകുന്നതും അല്ലെങ്കിൽ ആശങ്കയോടെ രാഷ്ട്രീയ കേരളം കാതോർക്കുന്നതുമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ കുത്തൊഴുക്ക് BJP-യിൽ ഉണ്ടാക്കും. അത് കോൺഗ്രസ് നാളിതുവരെ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ BJP വിത്തെറിഞ്ഞു കൊയ്ത തീവ്ര ഹിന്ദു സമീപനം പോലെ തന്നെ മൃദു ഹിന്ദു സമീപനം കോൺഗ്രസ് എടുത്തതുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ നേതാക്കന്മാർക്കൊക്കെ BJP പാളയത്തിലേക്ക് എത്തുന്നതിന് മടിയില്ലാത്തത്. ഏതു കുരങ്ങിനും ചെന്നു കയറാൻ കഴിയുന്ന ചാഞ്ഞമരമായി BJP മാറിക്കൊണ്ടിരിക്കുന്നതും അത്തരം സാഹചര്യമുണ്ട്. ആ കോൺഗ്രസ് നേതാക്കന്മാരെ വെച്ച് കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ബദലാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് BJP-യുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമെന്ന് ശ്രീ KV ഹരിദാസ് പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നും അവരേതു നിമിഷവും BJP-യിലേക്ക് ചാഞ്ഞു കയറും എന്നുള്ളതിന്റെ വസ്തുത കൂടിയാണ് ശ്രീ KVS ഹരിദാസ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് കേരളം കടുത്ത അപകടാവസ്ഥയിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്നുള്ളതാണ്. ശരി ലിജു, ഇപ്പോൾ ചാലക്കുടിയിൽ മത്സരിച്ചേക്കും പത്മജ എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. അങ്ങനെയെങ്കിൽ അത് ഭീഷണിയാണോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. നിങ്ങളെ സംബന്ധിച്ചിപ്പോൾ തൃശ്ശൂരിൽ അടിയന്തരമായ DCC ബൂത്ത് തലം മുതലുള്ള നേതാക്കളുടെ അടിയന്തര യോഗം വിളിച്ചു. തൃശ്ശൂരിൽ ഈ പത്മജയുടെ പോക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്നുള്ള ആശങ്കയുണ്ട്. പത്മജയോട് താല്പര്യമുള്ള പ്രവർത്തകർ അങ്ങോട്ട് പോകുമോ എന്നുള്ള ആശങ്കയുണ്ട്. അത് യാഥാർത്ഥ്യമല്ലേ? ഒന്ന്, ഈ CPM പ്രതിനിധിയുടെ അതായത് AK സെൻറ്ററിൻ്റെ അടുത്ത ദിവസങ്ങളിലെ ക്യാപ്സ്യൂൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പുറത്തു വന്നു. അതായത് BJP കോൺഗ്രസ് നേതാക്കന്മാർ BJP-യിലേക്ക് പോകുന്നു. ഇത്രയും ജനവിരുദ്ധമായൊരു ഭരണവും
ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദേശീയ പ്രസക്തി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് BJPയെ പ്രതിരോധിക്കുന്ന, തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രസക്തിയൊക്കെ മാറ്റിവെച്ച് ഒട്ടും പ്രസക്തമല്ലാത്ത ജനദ്രോഹ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു CPM ഗവൺമെൻറ് അനുകൂലമായ ക്യാപ്സൂൾ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ അത് ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായി അവശേഷിക്കും ശ്രീ ഹസ്കർ എന്ന് എനിക്ക് പറയാനുള്ളൂ. രണ്ടാമത്തെ കാര്യം, ശ്രീമതി പത്മജ പോയതുകൊണ്ട് തൃശ്ശൂരിലൊന്നും ഒരു ഇമ്പാക്റ്റും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. പത്മജയോടൊപ്പം തന്നെ ഒരു കോൺഗ്രസ് പ്രവർത്തകരും കാര്യമായ ഒരു കോൺഗ്രസ് പ്രവർത്തകരും പോയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. തൃശ്ശൂർ DCCയുടെ വിലയിരുത്തലും അങ്ങനെ തന്നെയാണ്, കോൺഗ്രസിൻ്റെ വിലയിരുത്തലും അങ്ങനെ തന്നെയാണ്. പിന്നെ BJPയുടെ സ്ഥാനാർത്ഥികളായിട്ട് ഇനി പത്മജ വേണോ വേറെ ആരെ വേണമെന്ന് അവർക്ക് തീരുമാനിക്കാം. അവർക്ക് എന്തായാലും സ്വന്തമായിട്ട് ഇപ്പോൾ സ്ഥാനാർത്ഥികളില്ലാത്തതുകൊണ്ട് അനിൽ ആൻ്റണിയും ഇനിയും പത്മജ വേണുഗോപാലൊക്കെയാണല്ലോ സ്ഥാനാർത്ഥികൾ. നാളിതുവരെ ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്ന ശ്രീ KVS ഹരിദാസിൻ്റെ പാർട്ടിക്ക് ഇപ്പോൾ കിട്ടുന്നത് കോൺഗ്രസിൽ നിന്ന് ഇതുപോലെ കളയുന്ന കുടുംബാധിപത്യത്തിൻ്റെ ആ തിരുശേഷിപ്പുകളെ മാത്രമാണ് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ നിങ്ങൾ പൊക്കി തലേ വെക്കുക, എന്നിട്ട് കുടുംബാധിപത്യത്തിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അനിയത്തി പോയി ഏട്ടനും പോകുമെന്നാണ് P. ജയരാജൻ പറഞ്ഞത്. അതിനുകൂടി മറുപടി. അതൊക്കെ ജയരാജൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ശ്രീ K. മുരളീധരനെതിരെ പരാജയപ്പെട്ട ആളാണല്ലോ P. ജയരാജൻ. നേമത്ത് കുമ്മനൻ്റെ രാജശേഖരൻ്റെ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ കാരണമായതും ശ്രീ K. മുരളീധരൻ്റെ സാന്നിധ്യമാണല്ലോ. അദ്ദേഹം ഇന്ന് കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ജയരാജൻ്റെ കൊതിക്കറവിന് മുരളീധരൻ എന്ത് പിഴച്ചു? ശരി, വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.